നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അടുത്ത ആഴ്ച എനിക്കൊരു 3 ദിവസത്തെ ഫോട്ടോഷൂട്ട് ഉണ്ട്. ഒരു ആഡ് ഫിലിമിന്റെ സെലക്ഷനാ. 3 ദിവസത്തെ ഫോട്ടോഷൂട്ടോ? അതെന്ത് ഏർപ്പാടാ? ഫോട്ടോഷൂട്ട് മാത്രമല്ല, അവരൊരു വീഡിയോ ഷൂട്ടും ചെയ്യുന്നുണ്ട്. അതിലേക്ക് സെലക്ഷൻ കിട്ടിയാൽ നാഷണൽ ലെവലിലേക്കുള്ള ഒരു ആഡ് ഫിലിമിൽ അഭിനയിക്കാം. നല്ല ക്യാഷും കിട്ടും, നല്ല റെപ്യൂട്ടേഷനോ. ഏത് ബാനർ? ആരുടെ കെയർ ഓഫാ? അത് കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല. കാരണം അത്രയും വിശ്വസിക്കാവുന്ന ഒരാളുടെ കെയർ ഓഫില എനിക്ക് ഈ ഓഫർ വന്നത്. വേറെ ആരുമല്ല, നിതീഷേട്ടനാ എനിക്കിത് ശരിയാക്കി തന്നത്. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ ഷൂട്ടിന് നിധിയേട്ടനും ഉണ്ടാവും. പക്ഷേ നിധിയേട്ടന്റെ കൂടെയാണ് ഞാൻ ഷൂട്ടിന് പോകുന്ന കാര്യം ഏട്ടത്തിക്ക് മാത്രമേ അറിയൂ. ഇവിടെ എല്ലാവരോടും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നാ പറയാൻ പോകുന്നത്. പക്ഷേ നന്ദിത, അതെങ്ങനെ ശരിയാവുന്നേ? 3 ദിവസത്തെ ഷൂട്ടിന് നീ ഒറ്റയ്ക്ക്? അത് ശ്രീയേട്ടനും അമ്മയൊന്നും സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ ഏട്ടത്തിയുടെ സഹായം ചോദിച്ചത്. ഏട്ടത്തി വേറെ ഒന്നും ചെയ്യണ്ട. ഇത് ഏട്ടത്തിയുടെ കെയർ ഓഫിൽ വന്ന ഓഫറാണെന്നും ഒന്നും പേടിക്കാനില്ലാത്ത ടീമാണെന്നും പറയണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് പോവാനുള്ള സമ്മതം ഞാൻ വാങ്ങിച്ചോളാം. ചേച്ചിനെ സഹായിക്കില്ലേ? നന്ദു, ഞാൻ പറയുന്നത് നീ വളരെ സീരിയസ് ആയിട്ട് കേൾക്കണം. നിതീഷേട്ടനുമായിട്ടുള്ള നിന്റെ ഈ അടുപ്പം അത് നിനക്ക് ഒരിക്കലും ഗുണം ചെയ്യാൻ പോകുന്നില്ല. എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട. നിന്റെ നല്ലതിനു വേണ്ടിയാ ഞാൻ പറയുന്നത്. സത്യത്തിൽ നിന്റെ മാത്രമല്ല, 2 കുടുംബങ്ങളുടെ നല്ലതിനു വേണ്ടിയാ പറയുന്നത്. ഭാവിയിലത് നമ്മുടെ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തന്നെ ബാധിച്ചു എന്ന് വരും. ഒന്ന് നിർത്തേടത്തി. നിങ്ങൾ ഇന്നു മുതലാ ഈ നല്ല പിള്ള ചമയം തുടങ്ങിയത്. ഞാനും നിധിയേട്ടനും പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും. നിങ്ങളെപ്പോലെ പ്രണയിക്കാനും കല്യാണം കഴിക്കാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട്. നിധിയേട്ടൻ എനിക്ക് ചേർന്ന ഭർത്താവല്ലെന്ന് പറയാൻ ഏട്ടത്തി ആരാ? എന്റെ ഏട്ടനെ കുറിച്ച് എനിക്കറിയാതിരിക്കില്ലല്ലോ. ആഹാ, എന്റെ ഏട്ടനെ നിങ്ങൾ പ്രേമിച്ചപ്പോ ഈ കമന്റ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ? നിതീഷേട്ടനും ഞാനും പരസ്പരം പിരിയാനാവാത്ത പോലെ സ്നേഹിക്കുന്നുണ്ട്. സമയം വരുമ്പോ എല്ലാ കാര്യങ്ങളും 2 വീട്ടുകാരെ അറിയിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഈ ഫോട്ടോഷൂട്ടിന്റെ കാര്യത്തിൽ ഏട്ടത്തി എന്നെ സഹായിച്ചേ പറ്റൂ. ഇതിലിപ്പോ എന്താ ഏട്ടത്തി ഇത്ര ആലോചിക്കാൻ? സോറി നന്ദു, ഈ വിഷയത്തിൽ എന്റെ സഹായം നീ പ്രതീക്ഷിക്കണ്ട. ഈ ചുറ്റിക്കളി ഞാൻ സമ്മതിച്ചു തരില്ല. എന്റെയും നിധിയേട്ടനെയും ബന്ധത്തിന് എതിര് നിൽക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ചിലതൊക്കെ എനിക്കും പലരോടും തുറന്നു പറയേണ്ടി വരും. ഒരു ആക്സിഡന്റ് നാടകം നടത്തി ഏട്ടത്തി അബോർഷൻ നടത്തിയെടുത്ത കാര്യം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. അതിന്റെ മുഴുവൻ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ ഈ കുടുംബത്തിലും സ്വന്തം കുടുംബത്തിലും ഏട്ടത്തിയുടെ അവസ്ഥ എന്തായിരിക്കും ഏട്ടത്തി ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ സ്വപ്നം കണ്ട ഈ മിലാനിലെ ഷോയും ഫാഷൻ ഷോയും എല്ലാം വെള്ളത്തിൽ വരച്ച വരയായിപ്പോ. എന്നെ കൊണ്ട് അത് ചെയ്യിക്കണോ ഏട്ടത്തി? ഇത് ചതിയാണ് നന്ദു. യു ആർ ബ്ലാക്ക്മെയിലിംഗ് മീ. യെസ്, ബ്ലാക്ക്മെയിലിംഗ് ആണ്. നിധിയേട്ടനും ഞാനും സ്വപ്നം കണ്ടൊരു ജീവിതമുണ്ട്. അതില്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനി എന്ത് വേണമെന്ന് ഏട്ടത്തിക്ക് തീരുമാനിക്കാം. നിക്ക്, നിനക്കിപ്പോ എന്താ വേണ്ടത്? 3 ദിവസത്തെ ഫോട്ടോഷൂട്ടിന് പോവാൻ കള്ളം പറഞ്ഞ് സഹായിക്കണം അല്ലെ? അതിനെന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. എന്റെ അബോർഷന്റെ കാര്യം ഒരു കാലത്തും ആരും അറിയരുത്. പ്ലീസ്. ഏട്ടത്തിക്ക് അക്കാര്യത്തിലൊരു ടെൻഷനും വേണ്ട. ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ. നിധിയേട്ടന്റെ കാര്യത്തിൽ ഏട്ടത്തി എന്നെ എത്രത്തോളം സഹായിക്കുന്നോ ഞാനും തിരിച്ച് ഏട്ടത്തിയുടെ കൂടെ നിൽക്കും. ഇതെന്റെ വാക്കാ. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വന്നിരിക്കുന്നു. നിതീഷേട്ടൻ കാരണം ഇവളുടെ ജീവിതം നശിച്ചില്ലാതാവാൻ പോവാ. പോയി കുഴി ചാടി പഠിക്കട്ടെ. ഈ പാലുകൂടി കുടിച്ചു. വേണ്ടമ്മേ, ഇനി വയറിൽ 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. അതിനു മാത്രം എന്ത് കഴിച്ചെന്നാ? ഇറച്ചി മുട്ടയൊക്കെ കഴിച്ചു നടന്നവനല്ലേ നീ?
ഇപ്പോ വെറും പച്ചക്കറിയിലായില്ലേ ജീവിതം. ഇതും കൂടി കുടിച്ചിട്ട് പോയാ മതി. ഇല്ലെങ്കി തളർന്നു പോവില്ലേടാ മോനെ നീ. തക്കടു, നീ ശബരിമലക്ക് പോയി വരുന്നത് വരെ ഓഫീസ് കാര്യങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കണം. എന്നിട്ട് കഴിയുന്നതും മനസ്സ് പൂർണ്ണമായും അയ്യപ്പനിൽ അർപ്പിച്ച് വ്രതം പൂർത്തിയാക്കണം. അതിപ്പോ ആരെ ഏൽപ്പിക്കാനാ അച്ഛമ്മേ? എന്റെ കണ്ണും കയ്യും എത്തേണ്ടടുത്ത് എത്തിയല്ലേ പറ്റൂ. നേരാ. ഇവിടെ 2 തടിയന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ കൊണ്ട് 10 പൈസയുടെ ഉപകാരം ഇല്ലല്ലോ. ആ കാര്യം ഓർത്ത് അച്ചമ്മ വിഷമിക്കണ്ട. ഗിരി ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ ഓഫീസിലെ മുഴുവൻ കാര്യങ്ങളും നിതീഷ് നോക്കിക്കോളും. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ആകാശിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇല്ലാത്ത നേരങ്ങളിൽ ആകാശിനെ നിങ്ങൾ 2 പേരും ഒന്ന് സഹായിച്ചാ മതി. ഒരു പേടിയും വേണ്ട. ഇനി 41 ദിവസം നീ ഓഫീസിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഗിരി ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിതീഷ് തന്നെ നോക്കിക്കോളും. നിധി, വേഗം കഴിച്ചിട്ട് റെഡി ആയിട്ട് ഓഫീസിൽ പോകാൻ നോക്ക്. അല്ല, അത് പിന്നെ ഇന്നെനിക്കൊരു യാത്ര ഉണ്ടമ്മേ. യാത്രയോ? എങ്ങോട്ട്? അല്ല, എനിക്കൊരു സ്ഥലം വരെ പോണം. 3 ദിവസം കഴിഞ്ഞേ വരും. ഒരു ഫ്രണ്ടിന്റെ. എടാ, നിന്റെ ഏട്ടനൊരു അസൗകര്യം വരുമ്പോ സഹായിക്കേണ്ടത് നീയല്ലേ, അല്ലാതെ അന്നേരം യാത്ര പോവാണോ വേണ്ടത്? തൽക്കാലത്തേക്ക് ആ യാത്ര ഒന്ന് മാറ്റി വെക്കും നിധിയേട്ടാ. ആ ഫ്രണ്ടിനെ വിളിച്ച് പറ. അല്ല, അത് പിന്നെ നേരത്തെ പ്ലാൻ ചെയ്തതാ. ഞാൻ മാത്രമല്ല, എന്റെ വേറെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അവന് ബുദ്ധിമുട്ടാണെങ്കിൽ നിർബന്ധിക്കണ്ട. ആകാശ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തോളൂ. സുമയം പോയിട്ട്. ശരി അച്ഛമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി. ഇത് അത്ര അത്യാവശ്യമുള്ള യാത്രയൊന്നുമല്ല. എന്തോ ചുറ്റിക്കളിയാണെന്ന് എനിക്ക് മനസ്സിലായി. മധുവിധുരാവുകളെ സുരഭിലയാമങ്ങളെ മടിയിലൊരാൺപൂവിനെ ഒന്നും മിണ്ടാതിരിക്കാം. എനിക്ക് അവളുടെ കൂടെയുള്ള ട്രിപ്പ് എന്തായാലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. എടാ പൊട്ട, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ആലിങ്കാ പഴുക്കുമ്പോ കാക്കയ്ക്ക് വായ്പുണ്ണ്. അതായിപ്പോ നിന്റെ അവസ്ഥ. ഈ ഓഫീസ് കൈപ്പിടിയിൽ ഒതുക്കാവുന്ന നല്ലൊരു സുവർണ അവസരമായിരുന്നു. അപ്പോഴോ അവന്റെ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.